നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും ലോക്സഭാ അംഗവുമായ കെ.സി. വേണുഗോപാൽ പറയുന്നു. നിയമം എങ്ങനെയാണ് നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നറിയാത്ത കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ വേണുഗോപാൽ. രാജ്യത്തെ പരമോന്നത നിയമനിർമ്മാണ സഭയിലെ അംഗം, അവിടുത്തെ കോൺഗ്രസിന്റെ ശബ്ദം. പോരാഞ്ഞിട്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വരെ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഹൈക്കമാൻഡ്. വെറുതെ ഉപദേശ നിർദ്ദേശങ്ങൾ എന്നൊന്നും പറഞ്ഞാൽ പോരാ. രാഷ്ട്രീയം, സംഘടനാപരവും നിയമപരവും എന്തിനേറെ ധാർമ്മികപരമായ കാര്യങ്ങൾ വരെ ഉപദേശിക്കാൻ പ്രാപ്തിയുള്ള നേതാവ്. ഇത്തരമൊരു നേതാവ് പറയുന്നത് പോലെ നിയമത്തിന്റെ വഴിക്ക് പോകണമെങ്കിൽ കെ.സി. വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. ഉറപ്പായും ആരോപണ വിധേയനായ എം.എൽ.എയും നിയമമനുസരിച്ച് പ്രവർത്തിക്കുക തന്നെ വേണം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ എം.എൽ.എയുടെ പേരിലുള്ള ആരോപണങ്ങളുടെ ഗൗരവം എന്തെന്നറിയാത്ത ആളൊന്നുമല്ലല്ലോ രാഹുലിന്റെ അടക്കം പ്രിയങ്കരനായ ഈ കെ.സി. അതുകൊണ്ട് കെ.സി. എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പോലീസിന് കീഴടങ്ങാൻ പറയണം. ഷാഫിയും കെ.സിയും ഒന്നും അറിയാതെ അവിടെ ഓമനായ രാഹുൽ ഒളിവി കഴിയില്ലല്ലോ. പ്ലീസ്, രാഹുലിനോട് ഇനിയും സമയം കളയാതെ പോലീസിന് മുന്നിൽ വരാൻ പറയണം. വെറുതെ കുട്ടികളെ പോലെ കള്ളനും പോലീസും കളിച്ച് ഒളിച്ചിരിക്കുന്നത് കോൺഗ്രസിന് തന്നെ നാണക്കേടാണെന്ന് പറയണം. ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ ഉണ്ടായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് അയാളോട് പറയണം. കെ.സി. വേണുഗോപാൽ അടക്കമുള്ളവർ ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചാണ് കോൺഗ്രസ്സുകാരനായതെന്ന് പറയണം. രാഹുലിനെ നേരിട്ട് കാണണോ അതോ ഫോണിൽ വിളിക്കണോ? കഴിയുന്നെങ്കിൽ അങ്ങൊരു പ്രസ്താവനയിലൂടെ എങ്കിലും ഇക്കാര്യം പറയണം. ആ കെ. സുധാകരനോടും സണ്ണി ജോസഫിനോടും അടൂർ പ്രകാശിനോടും എന്തിനേറെ രാജ്മോഹൻ ഉണ്ണിത്താനോടുമൊക്കെ ഇത്തരത്തിൽ ഉപദേശിക്കുന്നത് നന്നായിരിക്കും. അങ്ങയുടെ ഡൽഹി വാസം കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ. അതുപോലെ നിസ്സഹായ ഒരു പെൺകുട്ടിയുടെ ജീവിതം കശക്കിയെറിഞ്ഞ വിഷമായതുകൊണ്ട് സോണിയാഗാന്ധിയോടും ചുരുങ്ങിയ പക്ഷം പ്രിയങ്ക ഗാന്ധിയോടെങ്കിലും ഒരു പ്രസ്താവന നടത്താനും പറയുമല്ലോ, അല്ലേ?